കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും കൃപയും നിങ്ങളിലേക്കെല്ലാം പ്രവഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വചന സന്ദേശം നമുക്ക് ആദ്യമേ സ്വീകരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമുക്കുള്ള ഒരു വലിയ ഉപദേശമാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരും ലൗകിക ശുശ്രൂഷ ചെയ്യുന്നവരും എല്ലാം ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് നമ്മോട് പറയുന്നത്. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇന്ന് സഭാ ശുശ്രൂഷകർ ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. ഇടവകയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടി, ഭക്തസംഘടനകൾക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, കരിസ്മാറ്റിക് നവീകരണത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടി നടക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. 3 ആശയങ്ങളാണ് പൗലോസ്ലീഹ ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. 1, തീക്ഷ്ണതയിൽ മാന്ദ്യം ഇല്ലാതിരിക്കുക. നമുക്ക് ആരെക്കുറിച്ചാണ് തീക്ഷ്ണതയുള്ളത്? ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് തീക്ഷ്ണതയുണ്ടോ? വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല. നമുക്ക് തീക്ഷ്ണതയുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ കാര്യം മാത്രമാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിനെ പ്രതിയുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. എന്തുമാത്രം തീക്ഷ്ണതയോടെയാണ് അദ്ദേഹം തൻ്റെ സഭകൾക്ക് വേണ്ടി ഓടി നടന്നത്, സഭകളോട് സുവിശേഷം പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിട്ടാണ്. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായി. പ്രിയപ്പെട്ടവരെ, തീക്ഷ്ണതയോടെ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവർ, തീക്ഷ്ണതയോടെ സഭാ ശുശ്രൂഷ ചെയ്യുന്നവർ ഈ മനോഭാവത്തിലേക്ക്, ആത്മാവിൻ്റെയും ശക്തിയുടെയും മനോഭാവത്തിലേക്ക് വളരണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തീക്ഷ്ണതയുണ്ടോ? സഭയെ പ്രതി നമുക്ക് തീക്ഷ്ണതയുണ്ടോ? സഭ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തുമാത്രം തീക്ഷ്ണതയാണുള്ളത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തീക്ഷ്ണതയുണ്ടോ? സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള തീക്ഷ്ണതയുണ്ടോ? നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള തീക്ഷ്ണത നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ തീക്ഷ്ണതയിൽ മാന്ദ്യമുള്ളവരായി മാറുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ തീക്ഷ്ണതയിൽ മാന്ദ്യമുള്ളവരായി മാറുന്നത്? ദൈവത്തോട് നമുക്ക് വലിയ സ്നേഹമൊന്നുമില്ല. നമുക്ക് യേശുവിനോട് വലിയ സ്നേഹമൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ യേശുവിനെക്കുറിച്ചുള്ള വലിയ സ്നേഹമുണ്ട് എങ്കിൽ, ജ്വലിക്കുന്ന ഒരു അനുഭവമുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യേശുവിന് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് നമ്മൾ തയ്യാറാകും. ഇന്ന് നമ്മൾ യേശുവിനെ പ്രതി, സഭയെ പ്രതി ഏതെങ്കിലും രീതിയിലുള്ള അവഹേളനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തീക്ഷ്ണതയൊക്കെ എവിടെ പോകുന്നു? നമ്മുടെ യുവ സമൂഹം ഇന്ന് തീക്ഷ്ണത ഉള്ളവരായി മാറേണ്ട കാലഘട്ടമാണ്. നമ്മുടെ വൈദിക സമൂഹം തീക്ഷ്ണതയുള്ളവരായി മാറേണ്ട കാലഘട്ടമാണ്. നമ്മുടെ സന്യസ്ത സമൂഹം തീക്ഷ്ണതയുള്ളവരായി മാറേണ്ട കാലഘട്ടമാണ്. കുടുംബജീവിതക്കാരെല്ലാം തീക്ഷ്ണതയിൽ ജ്വലിക്കേണ്ട കാലഘട്ടമാണ്. പക്ഷേ നമുക്ക് തീക്ഷ്ണതയില്ല. കാർമൽ മലയിൽ ഗുഹയിൽ ഒളിച്ചിരുന്ന എലീശ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? എലീശ പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ജ്വലനമുണ്ടോ?
നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹമുണ്ടോ? തീക്ഷ്ണത കൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ തീക്ഷ്ണത നഷ്ടപ്പെട്ടിരിക്കുന്നു. തീക്ഷ്ണതയ്ക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് തന്നെ നമ്മുടെ പ്രവർത്തന ശൈലികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, സഭയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് തീക്ഷ്ണതയുള്ളവരായി മാറുവാൻ സാധിക്കും? വചനത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായി മാറുവാൻ നമുക്കെങ്ങനെ സാധിക്കും? എന്താണ് തീക്ഷ്ണതയുള്ളവൻ്റെ ഒരു പ്രത്യേകത? അവൻ എല്ലായ്പ്പോഴും ദൈവഹിതമന്വേഷിച്ച്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനായിരിക്കും. നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്? പലപ്പോഴും നമുക്ക് ദൈവ ആശ്രയ ബോധമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് നിരാശാ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉയരുന്നു. നമ്മൾ മടുത്ത് മരവിച്ച് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി ഒരിക്കലും മടുത്ത് മരവിച്ച് ഇരിക്കേണ്ടവനല്ല. കർത്താവിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ, കർത്താവിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കാനും തയ്യാറുള്ളവനാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ പടയാളി മറ്റു കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളോടും പൗലോസ്ലീഹ പറയുന്നതാണ്, ഒരു പടയാളിയെ പോലെ തീക്ഷ്ണതയുള്ളവനാവുക. യേശുക്രിസ്തുവിൻ്റെ പടയാളിക്ക് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളെ അന്വേഷിക്കാൻ നേരമുള്ളൂ. അവൻ ലോകത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടവനല്ല. ഇന്ന് നമ്മളാകുന്ന പടയാളി എന്തൊക്കെ കാര്യം അന്വേഷിച്ചിട്ടാണ് നടക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ കാര്യത്തിന് നമ്മൾ എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എത്രമാത്രം തീക്ഷ്ണതയുണ്ട്? പ്രാർത്ഥിക്കാൻ നമുക്ക് എവിടെയാണ് സമയം? നമ്മുടെ ജീവിത വ്യഗ്രതയൊക്കെ നമ്മളെ വിഴുങ്ങിക്കളഞ്ഞിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ വിഴുങ്ങിക്കളഞ്ഞിട്ടില്ലേ? യേശുവിനോടുള്ള സ്നേഹമൊക്കെ തന്മൂലം നമ്മൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാകണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ദൈവഹിതമാകണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ തീക്ഷ്ണതയുള്ള ഒരു പ്രേക്ഷിതനാകാൻ, തീക്ഷ്ണതയുള്ള സഭാ ശുശ്രൂഷകനാകാൻ, തീക്ഷ്ണതയുള്ള ഒരു വൈദികനാകാൻ, തീക്ഷ്ണതയുള്ള ഒരു സന്യാസിയാകാൻ ഒക്കെ നമുക്ക് തീരുമാനമെടുക്കാം. തീക്ഷ്ണതയുള്ള ഒരു അൽമായ പ്രേക്ഷിതനായി യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് തയ്യാറാകാം. രണ്ടാമതായി, ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഒരു ദൈവ ശുശ്രൂഷകൻ എപ്പോഴും ആത്മാവിൽ ജ്വലിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വലനമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഗ്നി നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഓരോ ക്രൈസ്തവനും സ്വീകരിച്ചിരിക്കുന്ന പ്രാരംഭ കൂദാശകളിൽ 2-ാമത്തെ കൂദാശ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം എന്ന കൂദാശയാണ്. ഈ സ്ഥൈര്യലേപനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി രൂപപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ പ്രേക്ഷിത ദൗത്യത്തിലേക്കാണ്. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള തീക്ഷ്ണതയോടെ, യേശുവിന് വേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള, യേശുവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു ആത്മാവിൻ്റെ ജ്വലനമുള്ളവരാക്കി രൂപപ്പെടുത്തുകയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂദാശ സ്വീകരിച്ചവരായിട്ടും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു ജ്വലനം കാണുന്നില്ല. നമുക്ക് കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചിട്ടും ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ജ്വലനമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഓട്ടപാത്രങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ഓട്ടപാത്രത്തിൽ സ്വീകരിക്കുന്നത്? നമ്മുടെ ഹൃദയമാകുന്ന പാത്രം ചില പാപബന്ധനങ്ങളിൽപ്പെട്ട് ഓട്ടയായി ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമൊന്നും വരാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു.
ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കണം. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ഉം 7-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം നമ്മളിൽ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം വളരെ ഫലദായകമായ പ്രവൃത്തികളായിരിക്കും. ആനന്ദവും സമാധാനവും കളിയാടുന്ന പ്രവൃത്തികളായിരിക്കും. നമ്മളെ കാണുന്നവരെ യേശുവിനെ കാണുന്ന പ്രതീതി ഉണ്ടാകും. നമ്മുടെ സാന്നിധ്യം തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതായി മാറും. നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചിരുന്ന പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും ശരീരത്തിൽ പതിക്കുവാനായിട്ട് രോഗികളെ കിടക്കയോടെ കട്ടിലിലൂടെ വഴിയരികിൽ കൊണ്ടുവന്ന് കിടത്തിയിരുന്നുവെന്ന് വചനം പറയുന്നു. അവൻ്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ജ്വലിച്ച മറ്റൊരു ശുശ്രൂഷകനായ വിശുദ്ധ പൗലോസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിച്ച അംഗവസ്ത്രങ്ങളും തൂവാലകളും രോഗികളുടെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ രോഗികൾ സുഖം പ്രാപിച്ചു. അവരുടെ ശരീരത്തിൽ സ്പർശിച്ച തൂവാലകൾ തുണിക്കഷ്ണം പോലും അഭിഷേകമുള്ളതായി മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് എത്ര പേർക്ക് ഈ ഒരു ആത്മാവിൻ്റെ ചൈതന്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജ്വലനമില്ലാത്ത, ആളിക്കത്താത്ത, ശക്തിയില്ലാത്ത തീയായി അവശേഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൃദയത്തിലൊക്കെ അടുപ്പിലെ പോലെ ചാരം മൂടിക്കിടക്കുന്ന കുറച്ച് കനലുകളുണ്ട്. ഈ കനലുകളെയൊക്കെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കണം. ഈ ചാരമെല്ലാം മാറ്റിക്കളയണം. എന്താണ് ചാരം? ചാരമെന്ന് പറയുന്നത് കത്തിക്കരിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളാണ്. കത്തിക്കരിഞ്ഞു പോയതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ അവശിഷ്ടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം, അവശിഷ്ടങ്ങൾ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ തക്കവിധം നമ്മുടെ ഉള്ളിൽ ജ്വലനം സാധ്യമാക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ ദീപശിഖ ഞങ്ങൾ ആളിക്കത്തിക്കും, ഞങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുമെന്നൊക്കെ യുവജനങ്ങൾ പലപ്പോഴും വലിയ തീക്ഷ്ണതയോടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ ദീപശിഖ? ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനമല്ലാതെ മറ്റെന്താണ്? ഇത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ തോമാസ് ശ്ലീഹായുടെ കൈവെപ്പ് വഴി 2000 വർഷങ്ങളോളമായി നമ്മുടെ പൂർവികർ സ്വീകരിച്ച അഭിഷേകത്തിൻ്റെ പിന്തുടർച്ച സ്വീകരിച്ച് നമ്മളും പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചിട്ടുണ്ട്. പക്ഷേ പോരാ, ഇത്ര ജ്വലിച്ചാൽ പോരാ. ഇനിയും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാ പ്രതിസന്ധിയെയും നേരിടാൻ, ഏത് തരത്തിലുള്ള പീഡനങ്ങളെയും നേരിടാനുള്ള ശക്തി ഉണ്ടാകും. യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ ജ്വലിക്കാനുള്ള തടസ്സങ്ങൾ മാറ്റാം. നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ കുടിയിരുത്താം. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന എല്ലാത്തിനെയും നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാം. മൂന്നാമതായി, കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള മനോഭാവം. നമ്മൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും നമ്മൾ ശുശ്രൂഷിക്കുന്നത് നമ്മളെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രത്തിലെ ഒരു കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാൻ അധ്യാപകനായതുകൊണ്ട് സ്കൂളിൽ നിന്ന് ലീവെല്ലാം എടുത്ത് ഈ വചനപ്രഘോഷണം നടക്കുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് ചെല്ലുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ അച്ഛൻ വിളിച്ചിട്ടില്ല. സാധാരണ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോഴൊക്കെ തലേന്ന് വിളിക്കാറുണ്ട്, ഒന്ന് ഓർമ്മപ്പെടുത്തലിനായിട്ട്. പക്ഷെ തലേന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അവരെ ഒന്ന് വിളിച്ചു നോക്ക്, ഇന്ന് പോവേണ്ട ആവശ്യമുണ്ടോ? എനിക്കും എന്തോ ഒരു സംശയം. അവർ വിളിക്കാത്തതുകൊണ്ട് ചേട്ടൻ്റെ ശുശ്രൂഷ ചിലപ്പോൾ ഉണ്ടാകുകയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. ഞാൻ വിളിക്കാൻ പോയില്ല. ഞാൻ നേരെ ധ്യാന കേന്ദ്രത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ചെന്നു. ആളുകളെല്ലാം ധ്യാന കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രസംഗം പറയാനായിട്ട് നൽകിയിരിക്കുന്ന സമയം രാവിലെ 10:30 ആണ്. ഞാൻ ഏകദേശം ഒരു 9 മണിയോടെ അവിടെ എത്തിയിട്ടുണ്ട്.
ഞാൻ ഡയറക്ടർ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛൻ എന്നെ കണ്ടതോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, സാബു, നിന്നോട് ഞാൻ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛാ, മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതല്ലേ ഇന്നത്തെ ദിവസം ശുശ്രൂഷയ്ക്ക് വരാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അച്ഛൻ പറഞ്ഞു, അയ്യോ, ഞാൻ വളരെ പേര് കേട്ട മറ്റൊരു വചന ശുശ്രൂഷകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ദൂരത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ, ഈ മറ്റൊരു അവസരത്തിൽ ഞാൻ നിനക്ക് ശുശ്രൂഷ തരാം. ഞാൻ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു. ഞാൻ അപ്പുറത്തെ മുറിയിലുള്ള ചാപ്പലിലേക്ക് കയറാതെ അവിടെ ദിവ്യകാരൻ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചാപ്പലിൻ്റെ വാതിൽക്കൽ നിന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇമാതിരി കളിപ്പിക്കൽ പരിപാടിയൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? എന്നോട് നേരത്തെ നിനക്ക് പറയാമായിരുന്നില്ലേ ഇന്ന് ശുശ്രൂഷയില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ബൈക്കും എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഞാൻ വീട്ടിൽ വന്ന് മനസ്സ് വളരെയേറെ അസ്വസ്ഥമാണ്, ഒരു സമാധാനവുമില്ല. ഞാൻ അന്ന് സ്കൂളിൽ പിന്നീട് പോയില്ല. പക്ഷേ ഞാൻ ആത്മാവിൻ്റെ ഒരു പ്രേരണയനുസരിച്ച് അടുത്തുള്ള ഒരു ദിവ്യകാരുണ്യ മഠത്തിലേക്ക് പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ഇരുന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. കുറേ സമയം ഞാൻ കർത്താവിനോട് ഇങ്ങനെ പരാതിപ്പെട്ടു. ആളെ വിളിച്ച് കളിയാക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം കർത്താവുമായിട്ട് ഇങ്ങനെ മല്ലിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഒരു സ്വരം ഞാനിങ്ങനെ കേട്ടു. കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ പരാതിപ്പെടുന്നത്? നീ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിന്നെയല്ലാതെ പിന്നെ ആരെയാ? കർത്താവിനോട് പറഞ്ഞു, അല്ല, എന്നെയല്ല നീ ശുശ്രൂഷിക്കുന്നത്. നീ നിൻ്റെ പേരിന് വേണ്ടി, നിൻ്റെ അംഗീകാരത്തിന് വേണ്ടി, മറ്റുള്ളവരെ അംഗീകാരം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് നീ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ തലകുമ്പിട്ടിരുന്ന് കരഞ്ഞു, പൊട്ടി കരഞ്ഞു. മണിക്കൂറുകളോളം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കരച്ചിൽ നിർത്താൻ സാധിക്കാതെ വേദനയോടെ കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചു, മാപ്പിരുന്നു. കാരണം അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഇത്രയും കാലം ശുശ്രൂഷ ചെയ്തതെല്ലാം എന്നെ തൃപ്തിപ്പെടുത്താനായിരുന്നു, എൻ്റെ സുഖത്തിന് വേണ്ടിയായിരുന്നു, എൻ്റെ പേരിന് വേണ്ടിയായിരുന്നു, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു, കർത്താവിന് വേണ്ടിയായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഒരു തിക്താനുഭവം ഉണ്ടായപ്പോൾ, ഒരു അവഗണനയുണ്ടായപ്പോൾ ഞാൻ പരാതി കൂടാതെ സഹിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും, ഒരുപാട് കുറ്റപ്പെടുത്തലുകളുണ്ടാകും. ചിലപ്പോഴും പള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി, പള്ളിക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് കൊടുത്തവനായി, പള്ളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനൊക്കെ ആകാം നമ്മൾ, ഇടവകയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവനാകാം നമ്മൾ, കർത്താവിനെ പ്രതിയാകാം നമ്മളതൊക്കെ ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ ഉള്ളിൽ എന്നെ തന്നെ ശുശ്രൂഷിക്കുന്ന മനോഭാവം വന്നിട്ടുണ്ടോ? പരിശോധിക്കണം. വേദനിക്കുന്നുണ്ടെങ്കിൽ, ചില തിക്താനുഭവങ്ങളുടെ പേരിൽ സഭയുമായി തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഭയെ പഴിക്കുന്നുണ്ടെങ്കിൽ, സഭയ്ക്കെതിരെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ, സഭയ്ക്കെതിരായ നിലപാടുകൾ കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഭയ്ക്കെതിരായി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം, നീ ഇത്ര നാൾ ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്തത്? നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ? നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ? നീ പഴിക്കുന്നതെല്ലാം ആരെയാണ്? കർത്താവിനെയല്ലേ പഴിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ഇവയാണ്. എന്താണ്? ഒന്ന്, തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. രണ്ടാമത്തേത്, ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. 3, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായി മാറുക. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായി മാറുക. നമ്മുടെ സഭയെയല്ല, നമ്മുടെ നാടിനെയല്ല, നമ്മുടെ സ്ഥാപനങ്ങളെയല്ല ശുശ്രൂഷിക്കുന്നത്, മറിച്ച് നീ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെയാണെന്ന ബോധ്യത്തോടെ ശുശ്രൂഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ പ്രീതികരമായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ പോയാൽ പോരാ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പോയാൽ പോരാ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, പ്രത്യേകിച്ചും നിങ്ങളുടെ ജോലി കർത്താവിന് വേണ്ടിയുള്ള ജോലിയാണെന്ന തിരിച്ചറിവിൽ, കർത്താവിന് വേണ്ടി എന്നതുപോലെ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ എന്നതുപോലെ തീക്ഷ്ണതയോടെ ആത്മാവിൽ ജ്വലിച്ച് ചെയ്യാനായിട്ട് കർത്താവ് ഇന്ന് നിന്നെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൗകിക ജോലിയായാലും ഇതേ മനോഭാവത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ എല്ലാവരെയും അതിനുവേണ്ടി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ കൃപയും അഭിഷേകവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.